അപ്പോൾ ഡയറ്റുകാർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു നുള്ള എണ്ണ പോലും ചേർക്കാത്ത ഒരു നല്ല റൈസ് ആയാലാ. അതിൻ്റെ ഒപ്പം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ചിക്കനും ഉണ്ട്. ഏറ്റവും കൂടുതൽ നോൺ വെജിൽ നിന്ന് തന്നെയാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത്, നല്ല പ്രോട്ടീൻ കിട്ടുന്നത്. അപ്പോൾ ഡയറ്റുകാർക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലേ. ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അധികം എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചിക്കൻ. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഡയറ്റുകാർക്ക് നല്ല ചിക്കൻ കാലുണ്ട്. ചിക്കൻ കാലിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ അതേ ജസ്റ്റ് ഒന്ന് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നമുക്ക് സെറ്റപ്പ് റൈസ് ഉണ്ടാക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം റൈസാണ് എടുക്കുന്നത്. അപ്പോൾ 2 പാത്രം വെള്ളം കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടി തന്നെയാണ്. ഇതിൽ വേറൊന്നും ഇല്ലെങ്കിലും ആ കുരുമുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾ പൊടിയും ഉണ്ടെങ്കിൽ സംഭവം സെറ്റപ്പ്. ഒരു നുള്ള് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒന്നും വേണ്ട. നമുക്കൊരു 2 വിസിലടിക്കാനായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാവേ. ഈ അരി നമ്മുടെ സാധാ റൈസിനേക്കാളും കലോറി കുറവാണ്. അതുകൊണ്ടാണ് ഈ റൈസ് നമുക്ക് ഡയറ്റുകാർക്ക് കഴിക്കാമെന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും ബിരിയാണി കഴിക്കാനല്ല, വീട്ടിൽ തന്നെ എണ്ണയും നെയ്യൊന്നും ഇല്ലാതെ ആ ചിക്കനുമായിട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഞാൻ ഈ ഒരു പാത്രത്തിൽ 2 പാത്രം വെള്ളമാണ് വെച്ചിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇതേപോലെ ഒരു ഓയിലിൻ്റെ ആ ഒരു ചിക്കൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഞാനൊരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. ഇനി ഇത് നമ്മുടെ വാഷ് ചെയ്ത അരി കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാണ് കേട്ടോ. ഡയറ്റുകാർക്ക് സ്പെഷ്യലായിട്ട് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ സ്പെഷ്യൽ റൈസ് തന്നെയാണിത്. അപ്പം മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കഴിച്ചാൽ ആ ചിക്കൻ്റെ ആ ഒരു സത്ത് നമുക്ക് പോകത്തുമില്ല. ആ റൈസും ഇതും കൂടെ നമുക്ക് എല്ലാ ദിവസവും എടുക്കാം. കാരണം അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. കുറച്ച് സാലഡും കൂടെ എടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഒരു നുള്ള പട്ട, കുറച്ച് ഗ്രാമ്പൂ എല്ലാം, ഏലക്ക, കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു നുള്ള എണ്ണ പോലും ചേർക്കണ്ട കേട്ടോ. ഇനി ഒരു വിസിലടുപ്പിച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ റൈസ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ ഹൈലൈറ്റ് സാധനമാണ് കേട്ടോ. ഇവൻ ഏത് നേരം വെച്ച് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. അത് അനങ്ങാതെ പോകുന്നത് അതുകൊണ്ടാണ്. ഞായറാഴ്ച അല്ല, ഏത് ദിവസമാണെങ്കിലും സ്കൂളിൽ കൊടുത്ത് വിട്ടാലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ ഏറ്റവും സമാധാനം തന്നെ എണ്ണ വേണ്ട, നെയ്യ് വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് സിമ്പിൾ, സവാള അരിയേണ്ട, തക്കാളി അരിയേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഡയറ്റുകാരുടെ സ്പെഷ്യൽ ഫുഡ് തന്നെ നമുക്ക് വീട്ടിൽ സ്പെഷ്യലും ആക്കാം. ഇനി ഇതൊന്ന് വെച്ച് ഒറ്റ വിസിൽ കൊടുത്താൽ മതി. നമ്മുടെ സ്പെഷ്യൽ റൈസ് കണ്ടേ ആയോ? കണ്ട ഒരു നെയ്യും ഒന്നും വേണ്ടാതെ നമ്മുടെ ചിക്കൻ റൈസ് സെറ്റ്. ഇത് കണ്ട ചിക്കനും ഒക്കെ അതേപോലെ കിട്ടും. അപ്പോൾ ഡയറ്റുകാരുടെ സ്പെഷ്യൽ റൈസാണ്, ടേസ്റ്റിയാണ്. ചെയ്ത് നോക്കിക്കോളൂ. എല്ലാ ദിവസവും ചിലപ്പോൾ ഇത് കഴിക്കാൻ തോന്നും. ആ ബിരിയാണിയൊക്കെ കഴിക്കണം എന്നുള്ളൊരു ക്രേവിങ്സൊക്കെ വരത്തില്ലേ. അപ്പം മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ.